بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وعلى الملائكة والأنبياء والمرسلين وفي شرح مسلم الأولى يحل مس رأس المحرم മഹറമിൻ്റെ തല തൊടൽ ഹലാല വഗൈരിഹി മഹറമിൻ്റെ തല അല്ലാത്തതും തൊടൽ ഹലാലാണ് മിമ്മ ലൈസ ബി ഔറത്തിൻ ഇജ്മാ മിമ്മ ഒന്നില അതെന്തല്ല അത് ഔറത്തല്ല ഔറത്തല്ലാത്തതൊക്കെ തൊടലിൽ അനുവദനീയമാണ് എന്ന് ഷറഹ് മുസ്ലിമിലുണ്ട് മഹറമില്ല ഇജ്മാ അങ്ങനെ ഇജ്മാ ഐ ഹൈഫു ലാ ഷഹ്വത ഷഹ്വത്തില്ലാത്തടത്ത് വലാ ഖൗഫു ഫിത്നത്തിൻ ഫിത്നയെ പേടിക്കൽ അതും ഇല്ലാത്തടത്ത് ബിവജിൻ ഒരു വിധേയൻ സവാവുൻ അമസ്സലി ഹാജത്തിൻ അം ഷഫഖത്തിൻ ആ തൊടല് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും ഷഫഖത്തിന് വേണ്ടിയാണെങ്കിലും രണ്ടാണെങ്കിലും സമമാണ് ഷഹ്വത്തോ ഖൗഫുൽ ഫിത്നയോ ഇല്ലാത്തപ്പോൾ ഔറത്തല്ലാത്തത് ഒക്കെയും മഹറമിൽ തൊടാം എന്ന് ഇജ്മാ. അപ്പോൾ ഹൈസു ലാ ഷഹ്വത വലാ ഖൗഫു ഫിത്നത്തിൻ എന്നിവിടെ പറഞ്ഞു. എന്നാൽ വാബറ അസ്ലുഹു മിൻഹാജിന്റെ അസ്ലു ഇവിടെ ഇബാറത്ത് കൊടുത്തത് വഗൈറുഹു അസ്ല് അല്ലാത്തവരും ഇബാറത്ത് കൊടുത്തു ബി ഹൈസു എന്നാണ് ബദല മത്ത മത്തക്ക് പകരം ഹൈസു എന്നാ കൊടുത്ത് ഹൈസു ലാ ഷഹ്വത വലാ ഖൗഫ ഫിത്നത്തിൻ. വസ്തഹ്സനഹു സുബുക്കി അതിനെ ഇമാം സുബുക്കി ഹസനായി എണ്ണുകയും ചെയ്തു. ലിഅന്ന ഹൈസു ഇസ്മു മക്കാനി കാരണം എന്താണ് ഹൈസു മക്കാനിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മാണ് സ്ഥലത്തിന്റെ മേൽ. അപ്പോ ഷഹ്വത്തും ഖൗഫുൽ ഫിത്നത്തും ഇല്ലാത്ത സ്ഥലം എന്നർത്ഥം. വൽ ഖസ്ദു ഉദ്ദേശം എന്താണ് അന്ന കുല്ല മക്കാനിൻ എല്ലാ ഓരോ സ്ഥലവും ഹറമ നദറുഹു അത് നോക്കൽ ഹറാമായ എല്ലാ സ്ഥലവും ഹറമ മസ്സുഹു അത് തൊടൽ ഹറാമാണ് എന്നാണ്. അപ്പൊ സ്ഥലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്ന് അവർക്ക് ഹൈസു ആണ് നല്ലത്. മത്ത ഇസ്മു സമാനിൻ മത്ത സമാനിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മാണ്. അപ്പൊ എന്താ വരിക അങ്ങനെ ഷഹ്വത്തുണ്ടായാൽ ഫിത്നയെ പേടിക്കൽ ഉണ്ടായാൽ എന്നല്ലേ വരിക. വലൈസ സമാനല്ല മഖ്സൂദൽ മുല ഇവിടെ അത് മഖ്സൂദ് അല്ല. വറുദ്ദ ഇതിനെ റദ്ദ് ചെയ്യപ്പെട്ടു ബി മൻഇ അദമി ഖസ്ദി അതിനെ ഉദ്ദേശിക്കാതിരിക്കുക ഉദ്ദേശമില്ല എന്ന് പറഞ്ഞതിനെ മൻഇ ചെയ്യുന്നു. ബൽ ഖദ് യുഖ്സദ് മറിച്ച് ചിലപ്പോൾ അങ്ങനെ ആ സമയം ഉദ്ദേശമുണ്ടാകാലോ. ഇതിൽ അജ്നബിയ്യത്തു യഹ്റമു മസ്സുഹ കാരണം അന്യ സ്ത്രീ അവളെ തൊടൽ ഹറാമാണ്. വ ബഅദ നിക്കാഹിഹ നിക്കാഹ് ചെയ്ത ശേഷം യഹില്ലു ഹലാലും. വ ബഅദ തലാഖിഹ യഹ്റമു തലാഖ് ചൊല്ലിയ ശേഷം ഹറാമും. അപ്പോൾ സമയം ഉദ്ദേശിച്ചല്ലോ. അന്യവളാകുന്ന സമയത്ത് ഹറാമാണ്, നിക്കാഹിലാകുന്ന സമയത്ത് ഹലാലാണ്.
തലാഖിൽ ആവുന്ന സമയത്ത് ഹറാമാണ്, അങ്ങനെ ഉദ്ദേശിക്കാലോ. അപ്പൊ ചില സമയത്ത് ഉദ്ദേശിക്കാം. തിഫലത്ത് തഹില്ലു, അതേപോലെ ചെറിയ പെൺകുട്ടിയാണ്, അത് ഹലാലാകും. സുമ്മ തഹറുമു, പിന്നെ ഹറാമാകും. അപ്പോ ആശിക്കപ്പെടുന്ന പ്രായമില്ലാത്തപ്പോൾ ഹലാലാകും, ആ പ്രായം എത്തിയാൽ ഹറാമാകും. അതേപോലെ ഖബല സമനിൻ ഹവി മുആമലത്തിൽ, ഒരു ഇടപാട് പോലെയുള്ള കാര്യം ചെയ്യുന്ന സമയത്തിന്റെ മുമ്പ്, അവിടെ സമയം യഹ്റുമു, നോക്കൽ ഹറാമാകുന്നു. മാഹു യഹില്ലു, ആ സമയത്തോട് ആ മുആമലത്ത് പോലെയുള്ളതോടുകൂടെ ആ സമയത്തിൽ യഹില്ലു ഹലാലും. അപ്പൊ അങ്ങനെ ചില സമയങ്ങളിൽ അങ്ങനെ വരും. വയുബാഹാൻ, ഇത് രണ്ടും ഹലാലാക്കപ്പെടും. അയ്യൽ നളറു വൽ മസ്സു, നളറും മസ്സും ഹലാലാക്കപ്പെടും. ഫസ്ദിന് വേണ്ടി, രക്തം കുത്തിയെടുക്കുക എന്നൊരാവശ്യം, അതിനു വേണ്ടി ഹറാമാണ്. രക്തം കുത്തിയെടുക്കാൻ വേണ്ടി, ഈ ആവശ്യത്തിന് വേണ്ടിയാകുമ്പോൾ ഈ ഹറാമായത് ഹലാൽ. അത് നോക്കേണ്ടി വന്നാൽ, തൊടേണ്ടി വന്നാൽ തൊടരും ഹലാലാണ്. ഹിജാമത്തിൻ, അതുപോലെ ഹിജാമത്തിന് വേണ്ടി, ഹിജാമ ഇലാജിൽ, മറ്റേതെങ്കിലും ചികിത്സക്കും, ലിൽ ഹാജത്തി, അങ്ങനെ ആവശ്യമുണ്ടായാൽ ആവശ്യത്തിന് വേണ്ടിയാണ്. ലാക്കിൻ ബി ഹദ്റത്തി മാനിയ ഖൽവത്തി, പക്ഷേ എന്തായിരിക്കണം, ഒരു ഖൽവത്ത്, ഹറാമായ ഖൽവത്ത് ഉണ്ടാകലിനെ തടയുന്നവന്റെ സന്നിധിയിൽ ആകണം. ഉദാഹരണം കമഹറമി, മഹറമ് പോലെ, ഔ സൗജിൻ, അല്ലെങ്കിൽ സൗജി പോലെ, അവിംബ്രാത്തിൻ സിഖത്തിൽ, അല്ലെങ്കിൽ സിഖത്തായ ഇംബ്രാത്ത് പോലെ. അപ്പോ അന്യപുരുഷനും അന്യ സ്ത്രീയും ആകുമ്പോൾ അവിടെ അവർ ഒറ്റക്കാകൽ ഹറാമാണ്. അപ്പൊ അവിടെ ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടി, ചികിത്സിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് കൂടെ മഹറമോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരു സ്ത്രീയോ കൂടെ ഉണ്ടാകാം. ഖൽവത്തി റജുലി, ഒരു പുരുഷന്റെ ഖൽവത്ത് ഹലാലായതിനു വേണ്ടി, ബിംറാത്തൈനി സിഖത്തൈനി, സിഖത്തുകളായ രണ്ട് സ്ത്രീകളോട് കൂടെ, യഹ്തശിമുഹുമ, ആ രണ്ട് സ്ത്രീകളെ തൊട്ട് ഇവന് ലജ്ജ വരും. അങ്ങനെയുള്ള ആ സ്ത്രീകൾ രണ്ടും സിഖത്തുകളാകണം. അന്നിടക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് സിഖത്തായ ആ പെണ്ണുങ്ങളെ തൊട്ട് അവന് ലജ്ജ വരും. അങ്ങനെയുള്ള രണ്ട് സിഖത്തായ പെണ്ണുങ്ങളുടെ കൂടെ ഒരു പുരുഷന് ഒറ്റക്ക് ആകൽ ഹലാല. എന്നാൽ വലൈസൽ അമ്രദാനിക്കൽ മർഅത്തെ, ഇവിടെ രണ്ട് പെണ്ണുങ്ങൾക്ക് സ്ഥാനത്ത് രണ്ട് അമ്രതുകൾ ഉണ്ടായാൽ പോരാ, അത് രണ്ടും ഒരുപോലെയല്ല. ഖിലാഫുൽ ലിമൻ ബഹസഹു, അങ്ങനെ ബഹസ് ചെയ്ത് പറഞ്ഞവർക്കെതിരായിട്ട്, ലിഅന്നമാ അല്ലലോ ബിഹി, ലിഅന്നമാ, കാരണം ഒന്നും, അല്ലലോ ബിഹി, അതുകൊണ്ട് അവർ ഇല്ലത്ത് പറഞ്ഞിരിക്കുന്നു, ഫീഹിമ, ആ രണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ച്, മിനിസ്തുഹിയായി കുല്ലിൻ, എല്ലാ ഓരോരുത്തരും ലജ്ജിക്കല്ലാൽ ബി ഹദറത്തിൽ ഉഖ്റ, മറ്റേ പെണ്ണിന്റെ സന്നിധിയിൽ വെച്ച് അവർക്ക് ലജ്ജയുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്ന ആ കാരണം ലാ യതീഫിൽ അംറദൈൻ, അത് രണ്ട് അമ്രതുകളിൽ വരില്ല. കമാ സറഹു ബിഹി, അവരങ്ങനെ അത് വരില്ല എന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞതിന് വേണ്ടി ഫിറദുലിൽ രണ്ട് പുരുഷന്മാരുള്ളിടത്ത് എന്ത് പറ്റില്ല, ഒരു സ്ത്രീക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഖാലിയാകാൻ പറ്റില്ല. അതേ സ്ഥാനത്തോ ഇവന് ലജ്ജയാകുന്ന രണ്ട് വിശ്വസ്തകളായ സ്ത്രീകളുടെ മുമ്പിൽ ഒരു പുരുഷന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഖാലിയാൻ പറ്റും. ബോബി ഷർത്തി അദമിംബ്രാത്തിൻ തുഹ്സിനു ദാലിക, ഇത് അറിയുന്ന ഒരു പെണ്ണ് ഇല്ലാതിരിക്കണം എന്ന ഷർത്തോട് കൂടി, നേരത്തെ ബന്ധം ബി ഹദ്റത്തി മാറി ഒരു കത്തഫാണ്. അപ്പോ ഇങ്ങനെയുള്ള ഇവിടെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്, ആ പറയപ്പെട്ട ചികിത്സ അല്ലെങ്കിൽ രക്തം കുത്തിയെടുക്കൽ പോലെയുള്ള കാര്യം നന്നായി അറിയുന്ന ഒരു പെണ്ണില്ലെങ്കിലേ പറ്റും. കാക്സിഹി, അതിൻ്റെ അക്സ് പോലെ തന്നെ, അതിപ്പോ പുരുഷന് വേണ്ടിയാണെങ്കിൽ
സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എന്ത് വേണം? അത് നന്നായി അറിയുന്ന പുരുഷൻ ഇല്ലെങ്കിലേ അത് പറ്റും. വാല്ല യക്കൂന ഗൈറ അമീൻ, അവൻ അമീൻ അല്ലാത്തവർ ആകരുത് എന്ന ഷർത്തോട് കൂടി, അമീൻ അല്ലാത്തവർ ആകരുത് എന്ന ഷർത്തോട് കൂടിയും, വിശ്വസ്തൻ അല്ലാത്തവർ ആകരുത് എന്ന ഷർത്തോട് കൂടി. വാല്ലായക്കുല എന്നത് അതുമം പ്രാർത്ഥന കഥപ്പാക്കപ്പെട്ടു. മഴ ബുജൂതി അമീൻ, അമീൻ ഉണ്ടാവലോട് കൂടി. വിശ്വസ്തനായ ആളുണ്ടാകുമ്പോൾ എന്ത് പറ്റൂല? വിശ്വസ്തനല്ലാത്ത ആള് പറ്റൂല. വല ദിമ്മിയൻ, ദിമ്മിയ് ആകരുത് എന്ന ഷർത്തോട് കൂടെയും. വല്ല യക്കൂന ഗൈറ അമീൻ എന്ന വയലിലേക്ക് കഥപ്പാക്കിയിട്ട് ദിമ്മിയ് ആകരുത് മഹാ ബുജൂദി മുസ്ലിമിൽ, മുസൽമാൻ ഉണ്ടായിരിക്കലോട് കൂടെ. മുസൽമാൻ ഉണ്ടായിരിക്കലോട് കൂടെ ഇസ്ലാമിക ഗവൺമെന്റ് കീഴിൽ കപ്പം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ദിമ്മിയായ കാഫിർ പറ്റില്ല. ഔ ദിമ്മിയത്തിൻ, ഔ ദിമ്മിയത്തൻ, അല്ലെങ്കിൽ ദിമ്മിയത്ത് ആകരുത്, ദിമ്മിയത്ത് ആകരുത് മഴ ബുജൂദി മുസ്ലിമത്തിൽ, മുസ്ലിമത്ത് ഉണ്ടായിരിക്കലോട് കൂടെ. അപ്പൊ മുസ്ലിമത്തായ പെണ്ണുണ്ടായിരിക്കുമ്പോ അവിടെ പറ്റൂല, ദിമ്മിയത്ത് ചികിത്സക്ക് പറ്റും. ബഹസൽ ബുൽഖീനി, ഇമാം ബുൽഖീനി ബഹസ് ചെയ്തു. എന്ത്? അന്നഹു യുഖദ്ദമു ഫിൽ മർഅത്തി, പെണ്ണിന്റെ കാര്യത്തിൽ ഇത്തരം ചികിത്സക്ക് വേണ്ടി മുന്തിക്കപ്പെടണം മുസ്ലിമത്ത്. മുസ്ലിമത്തിനെ മുന്തിക്കാണ് വേണ്ടത്. മുസ്ലിമത്തില്ലെങ്കിൽ പിന്നെ ഫസബിയുൻ മുസ്ലിമുൻ, പിന്നെ മുസൽമാനായ കുട്ടി, വൈറു മുറാഹിഖിൻ, മുറാഹിഖ് അല്ലാത്ത, പിന്നെ ഫ മുറാഹിഖുൻ, മുറാഹിഖായ കുട്ടി, മുസൽമാനായ മുറാഹിഖായ കുട്ടി. അതും കഴിഞ്ഞ് ഫ കാഫിർ, പിന്നെ കാഫിർ, വൈറു മുറാഹിഖിൻ, മുറാഹിഖ് അല്ലാത്ത കാഫിർ, പിന്നെ ഫ മുറാഹിഖുൻ, മുറാഹിഖായ കാഫിർ. ഫംബ്രാത്തും കാഫിറത്തും, അതും കഴിഞ്ഞ് പിന്നെ മുന്തിക്കേണ്ടത് കാഫിറത്തായ സ്ത്രീ. അതും കഴിഞ്ഞിട്ട് പിന്നെ മുന്തിക്കേണ്ടത് ഫ മഹറമുൻ മുസ്ലിമുൻ, മുസ്ലിമായ മഹറം. അതും കഴിഞ്ഞിട്ട് ഫ മഹറമുൻ കാഫിറുൻ, കാഫിറായ മഹറം. അതും കഴിഞ്ഞിട്ട് ഫ അജ്നബിയുൻ മുസ്ലിമുൻ, മുസ്ലിമായ അന്യവൻ. പിന്നെ ഫ കാഫിറുൻ, കാഫിറായ അന്യവൻ. ഇങ്ങനെ എന്നാണ് ബുൽഖീനി ഇമാമിന്റെ ഭാഷ. അപ്പം ഒരു സ്ത്രീക്ക് ചികിത്സിക്കാൻ ഒന്നാം സ്ഥാനം നൽകേണ്ടത് മുസ്ലിമത്തായ സ്ത്രീക്ക് തന്നെ. മുസ്ലിമത്തായ സ്ത്രീ ഇല്ലെങ്കിൽ മുസ്ലിമായ കുട്ടി, മുറാഹിക്കല്ലാത്ത, അതും ഇല്ലെങ്കിൽ പിന്നെ മുറാഹിക്കായ മുസ്ലിമായ കുട്ടി, അതുമില്ലെങ്കിൽ പിന്നെ മുറാഹിക്കല്ലാത്ത കാഫറായ കുട്ടി, പിന്നെ അതുമില്ലെങ്കിൽ പിന്നെ മുറാഹിക്കായ കാഫറായ കുട്ടി, അതുമില്ലെങ്കിൽ കാഫറത്തായ പെണ്ണ്, അതുമില്ലെങ്കിൽ മുസ്ലിമായ മഹറം, അതുമില്ലെങ്കിൽ പിന്നെ കാഫറായ മഹറം, അതുമില്ലെങ്കിൽ പിന്നെ മുസ്ലിമായ അന്യവൻ, പിന്നെ കാഫറായ അന്യവൻ. എന്നിങ്ങനെ ഇമാം ബുൽഖീനി ബഹസ് ചെയ്തിട്ടുണ്ട്. വാഫഖഹുൽ അദ്റൈയു, ബുൽഖീനി ഇമാമിനോട് യോജിച്ചിട്ടുണ്ട് അദ്റൈ അലാ തഖ്ദീമിൽ കാഫിറത്തി അൽ മുസ്ലിം, മുസ്ലിമിനേക്കാൾ മുന്തിക്കേണ്ടത് കാഫിറത്തായ പെണ്ണുണ്ടെങ്കിൽ പെണ്ണിനെയാണ് എന്ന വിഷയത്തിൽ. എന്നാ വഫീ തഖ്ദീമിഹി, ബുൽഖീനി ഇമാമ് മുന്തിച്ചതിലുണ്ട് ലഹ, ആ കാഫിറത്തിന്, അലൽ മഹറമി, മഹറമിനേക്കാൾ മുന്തിച്ചതിലുണ്ട്.
ഫംറാത്തും കാഫിറത്തും ഫമഹറമും മുസ്ലിം എന്നാ പറഞ്ഞു. അങ്ങനെ മഹറമിനേക്കാൾ മുന്തിച്ചതിലുണ്ട് നവറും ലാഹിറും, ലാഹിറായ നവർ. അതേപ്പറ്റി നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതങ്ങനെ അംഗീകരിക്കാൻ പറ്റിയതല്ല. വല്ലതി യത്തജിഹു, വല്ലതി ഒന്ന് യത്തജിഹു മുത്തജിഹാകുന്നു. അത് തഖദീമു നഹബി മഹറമിൻ, മഹറം പോലെയുള്ളവരെ മുന്തിക്കണം എന്നാണ്. മഹറം പോലെയുള്ളവരെ മുന്തിക്കണം മുത്തലക്ക്, നിരുപാധികം. മഹറം പോലെയുള്ളവർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മുസ്ലിമുമാകാം, കാഫിറുമാകാം, അല്ലെങ്കിൽ പ്രായപൂർത്തിയായതുമാകാം, അല്ലാത്തതുമാകാം. ഏതായിരുന്നാലും മഹറം പോലെയുള്ളതിനെ മുന്തിക്കണം. അല കാഫിറത്തിന്, കാഫിറത്തിനേക്കാൾ. ലി നളരിഹി മാലാ തൻദുറുഹിയ, ലി നളരിഹി ഈ മഹറമിനെ നോക്കൽ അനുവദനീയമായതിനു വേണ്ടി മാലാ തൻദുറുഹിയ, കാഫിറത്ത് നോക്കാൻ പറ്റാത്തത് നോക്കൽ ഇവൾക്ക് അനുവദനീയമായതിനു വേണ്ടി. അതേപോലെ മുറാഹിക്കിൻ, മംസുഹിനെ മുന്തിക്കലാണ് മുത്തജി, മുറാഹിക്കിനേക്കാൾ. അത് മുൽക്കിരി ബാബിന്റെ വാക്കിൽ പറഞ്ഞില്ല. അതേപോലെ വ അംഹർ, ഈ വിഷയത്തിൽ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ ഈ ഇങ്ങനെ നോക്കുന്നത് അല്ലെങ്കിൽ തൊടുന്നത്, ആ വിഷയത്തിൽ ഏറ്റവും മഹാരത്തുള്ള ആൾ, അയാളെ മുന്തിക്കലാണ് വലവും മിൻ ഗൈരിൽ ജിൻസി വദ്ദീൻ. അത് ജിൻസ് അല്ലാത്തതിൽപ്പെട്ട ആളാണെങ്കിലും ദീന് അല്ലാത്തതിൽപ്പെട്ട ആളാണെങ്കിലും അലാ ഗൈരിഹി, മറ്റുള്ളവരേക്കാൾ. അതായത് സ്ത്രീക്ക് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി നോക്കുമ്പോഴായി ഈ വിഷയത്തിൽ ഏറ്റവും നല്ല നിപുണനായ ആൾ, മഹാരത്തുള്ള ആളുണ്ട്. പക്ഷെ അത് സ്ത്രീ അല്ല, പുരുഷനാണെങ്കിൽ അവിടെ ആ ഒരു കാരണം കൊണ്ട് പുരുഷനെ അവിടെ മുന്തിക്കാം. അതുപോലെ ദീൻ നോക്കേണ്ടതില്ല, ഒരു മുസ്ലിം ആണ് ഇവിടെ ചികിത്സ ആവശ്യമുള്ളത്. പക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും മഹാരത്തുള്ള ആൾ മുസ്ലിം അല്ലാത്ത ഒരാളാണ് എങ്കിൽ അയാളെ മുന്തിക്കാം എല്ല. വജൂദു മൻ ലാ യർദാ ഇല്ലാ ബി അക്സറ മിൻ ഉജ്റത്തിൽ മിസ്ലി. വജൂദു മൻ, ഒരുത്തനുണ്ടായിരിക്കും, ലാ യർദാ അവൻ ഇഷ്ടപ്പെടില്ല, ഇല്ലാ ബി അക്സറ മിൻ ഉജ്റത്തിൽ മിസ്ലി, ഉജ്റത്തുൽ മിസ്ലിനേക്കാൾ അധികരിച്ചത് കൊണ്ടല്ലാതെ. അതായത് സാധാരണ കൊടുക്കേണ്ട ഫീസ്, കൂലി, അതിനേക്കാൾ ഏറെ കൊടുത്താലേ ഇയാൾ ചികിത്സിക്കും. അങ്ങനെയുള്ള ആളുണ്ട്. ആ ആളിപ്പോൾ എന്താണ്, പെണ്ണുങ്ങൾക്ക് പെണ്ണാണ്, മുസ്ലിമിന് മുസ്ലിമാണ്, നോക്കാൻ പറ്റിയ രൂപമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഉണ്ടാകലാകുന്നത് അത് കല്ലതമി, ഇല്ലാത്തത് പോലെയാണ്. ഫിമാ യദ്ഹറു, ദലീലിൽ നിന്ന് വ്യക്തമാകുന്നത് അനുസരിച്ച്. അതായത് അങ്ങനെ ഏറെ കൊടുക്കേണ്ടി, ഫീസ് ഏറെ കൊടുത്തിട്ട്, ഉജ്റത്തുൽ മിസ്ലിനേക്കാൾ ഏറെ കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഒരാളെ നോക്കേണ്ടതില്ല, അങ്ങനെ ഒരാളില്ല പോലെയാണത്. ബൽ ലൗ ഉജിത കാഫിർ എന്ന് മാത്രമല്ല, ഒരു കാഫിറായ ആളെ എത്തിച്ചു, എറുന്ന അയാൾ ഇഷ്ടപ്പെടുന്നു ബിദൂനിഹ, ഉജ്റത്തുൽ മിസ്ലിനേക്കാൾ കുറഞ്ഞ കൂലിക്ക് പകരം, സാധാരണയുള്ള ഉജ്റത്തിനേക്കാൾ ഇതേ ജാതി ഒരു ചികിത്സക്ക് അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് കൊടുക്കേണ്ട, ആ നാട്ടിൽ കൊടുക്കേണ്ട, ആ സമയത്ത് കൊടുക്കേണ്ട കൂലി, അതിനേക്കാൾ കുറഞ്ഞിരിക്കുന്ന കൂലിക്ക് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യം നിർവഹിച്ചു കൊടുക്കുന്ന ഒരു കാഫിറിനെ എത്തിച്ചു. മുസ്ലിമുൽ, ഒരു മുസൽമാനെയും എത്തിച്ച് ലാ യർദാ ഇല്ലാ ബിഹ, അവൻ ഉജ്റത്തുൽ മിസ്ല് കൊണ്ടല്ലാതെ അവൻ പൊരുത്തപ്പെടില്ല. ഓൻ ചികിത്സിക്കണമെങ്കിൽ, അവൻ ഈ കാര്യം ചെയ്യണമെങ്കിൽ ഉജ്റത്തുൽ മിസ്ല് കൊടുക്കണം. കാഫിറാണെങ്കിലോ അത് കുറഞ്ഞു കൊടുത്താൽ മതി. എന്നാലോ അവിടെ എഹ്തമല അവിടെയും സാധ്യതയുണ്ട്. അന്നൽ മുസ്ലിമക്കൽ അദമി, ആ മുസൽമാൻ ഇല്ലാത്തതുപോലെയാണ്. അവിടെ മുസ്ലിം ഇല്ല എന്നാൽ എന്ത് ചെയ്യണം,
ആ നിയമമാണ് പാലിക്കേണ്ടത്. അതിന് വീണ്ടും അപ്പോൾ ഏറെ ഒരാൾക്ക് സാധാരണ ഫീസ് കൊടുക്കണം. മുസൽമാനാണെങ്കിൽ, കാഫറാണെങ്കിലോ അതിൽ കുറച്ച് കൊടുത്താൽ മതി. എന്നാൽ അവിടെ ആ മുസൽമാൻ ഇല്ല എന്ന് വെച്ചിട്ട് ഈ കാഫറിനെ കൊണ്ട് ചികിത്സിപ്പിക്കാം. അഹദം മിമ്മ എത്തി ശേഷം വരുന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതിന് വേണ്ടി അന്നൽ ഉമ്മ പ്രസവിച്ച ഉമ്മ ലൗ തലബത്ത് ഉജ്രത്തൽ മിസ്ലി ഉമ്മ ആവശ്യപ്പെട്ടു സാധാരണ മുല കൊടുക്കുന്ന അതിനുള്ള കൂലി പോലെയുള്ള കൂലി. എന്നാൽ വജദൽ അബു വാപ്പ എത്തിച്ചു മൻ എഴുതാബി ദൂരിഹ ആ കൂലിയേക്കാൾ കുറഞ്ഞ കൂലിക്ക് പകരം പൊരുത്തപ്പെടുന്ന മുല കൊടുക്കുന്ന പെണ്ണിനെ വാപ്പ വേറെ എത്തിച്ചു. ഇങ്ങനെ വന്നാൽ സക്കത്തത്തെ ഹിദാനത്തുൽ ഉമ്മി ഉമ്മാന്റെ വളർത്ത് അവകാശം നഷ്ടമായി പോകും എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ മുല കൊടുക്കുന്നിടത്ത് സാധാരണ കൂലി വേണം ഉമ്മാക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ. അതിനേക്കാൾ കുറഞ്ഞ കൂലിക്ക് ഉമ്മ അല്ലാത്തവർ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉമ്മാക്ക് അവിടെ വളർത്താനുള്ള അവകാശം ഇല്ല എന്നാണല്ലോ നിയമം. ആ നിരക്ക് അങ്ങനെ ഇവിടെ എന്താക്കി മുസൽമാനാകുമ്പോൾ സാധാരണ കൂലി കൊടുക്കണം, കാഫറാകുമ്പോൾ സാധാരണ കൂലി കൊടുക്കേണ്ടതില്ല. എന്നാൽ ഈ മുസൽമാൻ ഇല്ലാത്തത് പോലെയാണ് എന്ന് സാധ്യതയുണ്ട്. എന്നാൽ വയഹത്തമിൽ ഫർക്ക് ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വ്യത്യാസം പറയാൻ സാധ്യതയുണ്ട്. എന്താ കാരണം വ്യത്യാസം പറയാന്ന് പറഞ്ഞാൽ ഇതൊരു നോക്കാൻ പാടില്ലാത്തത് നോക്കുന്നൊരു വിഷയം കൂടി ഇതിൽ വരുന്നത് കൊണ്ട് വ്യത്യാസം പറയാനും സാധ്യതയുണ്ട്. വയദ്ഹറുഫിൽ അമ്രതി അന്നഹു യഅതി ഫീഹി നദീർ ആലിക ഇനി അമ്രതാണ് ഇവിടെ ഈ പെണ്ണിന്റെ സ്ഥാനത്തുള്ളതെങ്കിലോ അവിടെയും വരും. എൻ്റെ കിതാബിൽ എത്താത്താന്നാ കാണുന്നത്. അങ്ങനെ അവിടെ യഅതി ഫീഹി നദീർ ആലിക തർതീബ് അവനെ സംബന്ധിച്ചും ആ തർതീബ് പോലെയുള്ളത് വരും. അപ്പോൾ ഫയഖദ്ദമു അങ്ങനെ ആകുമ്പോൾ മുന്തിക്കണം മൻ യഹില്ലു നദറുഹു ഇലൈഹി മൻ ഉത്തര യഹില്ലു നദറുഹു അവൻ നോക്കൽ ഹലാലാകും ഇലൈഹി അമ്രതിലേക്ക്. പിന്നെ എന്ത് ചെയ്യണം ഫഗൈറു മുറാഹിഖിൻ പിന്നെ മുറാഹിഖ് അല്ലാത്തവർ കുട്ടികളെ, പിന്നെ മുറാഹിഖുൻ പിന്നെ മുറാഹിഖായ കുട്ടികളെ, പിന്നെ മുസ്ലിമുൻ സിഖത്തുൻ പിന്നെ വിശ്വസ്തരായ മുസൽമാൻ, കാഫിറും ബാലിഗുൻ പിന്നെ ബാലിഗായ കാഫിർ. വയുത്തബറു ഫിൽ വജ്ഹി വൽ കഫി ഈ മുഖവും അതുപോലെ മുങ്കയും ഒക്കെ കാണാൻ പറ്റുമോ എന്ന വിഷയത്തിൽ പരിഗണിക്കപ്പെടും. അതിന് ഹാജത്തിൽ ചെറിയ ആവശ്യമുണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കാം, അതേപോലെ മുങ്കയിലേക്ക് നോക്കാം. എന്നാൽ വഫീമ അദാഹുമ മുങ്കയും മുഖവും അല്ലാത്തതിലോ അവിടെ പരിഗണിക്കും മുബീഹ് തയമ്മുമിൽ തയമ്മം ഹലാലാക്കാൻ മാത്രമുള്ള കാരണം കാരണമുണ്ടെങ്കിലേ അവിടേക്ക് നോക്കാൻ പറ്റും. ഉദാഹരണം ഇപ്പം എന്താ ഒരു കൈൻ്റെ മുട്ടും കൈയും പോലെ ബന്ധമുണ്ട് ഒരു മുറിവുണ്ട്. അവിടെ ആ മുറിവ് ഇപ്പം ചികിത്സിച്ച് ഉണക്കിയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും അവിടെ ഒരു പാട് വരും. അപ്പോൾ പാട് വരിക എന്നുള്ളത് ഇപ്പോൾ സാമം ഹലാലാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യം എങ്കിലും ഉണ്ടാകണം എന്നാലേ മുഖവും മുങ്കയും അല്ലാത്തടുത്ത് കാണാൻ പറ്റുകയുള്ളൂ. ഇല്ലൽ ഫർജ് ഒഴികെ. അതേപോലെ വ ഖരീബഹു ഫർജിൻ്റെ അടുത്ത സ്ഥലങ്ങളും ഒഴികെ. അവിടെയോ അവിടെ പോയി വെച്ചപ്പോൾ ചെയ്യാത്തിനല്ലാതെ ആയിരിക്കും അതിനേക്കാൾ ഏറെ ആവശ്യം വരണം. തയമ്മം ഹലാലാക്കുന്നതിനേക്കാൾ അധികമുള്ള ആവശ്യമുണ്ടെങ്കിലേ അവിടെ നോക്കാൻ പറ്റുകയുള്ളൂ. അതായത് അത് അൻ തഷ്തദ്ദ ദറൂറത്ത് ആ ദറൂറത്ത് വിഷമം കഠിനമാകലാണ്. ഹത്ത ലാ യുഅദ്ദുൽ കശ്ഫു അങ്ങനെ കഠിനമായി ആകുമ്പോൾ ആ ഒരാവശ്യത്തിന് വേണ്ടി അവിടെ വെളിവാക്കലിനെ കണക്കാക്കുന്നില്ല. ഹത്തക്കല്ലിൽ മുറുഅത്തി അവൻ്റെ മാനത്തെ പിച്ചിച്ചീന്തലായി അഭിമാനത്തെ കളഞ്ഞ് കുളിക്കലായി കാണില്ല. ആ നിരക്ക് ഉണ്ടാകണം എന്നാലേ അവൾ നോക്കാൻ പറ്റും.